നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ നിയമപഠനത്തിനുള്ള പ്രവേശന പരീക്ഷയായ ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഏത് വിഷയമെടുത്ത് ഹയർ സെക്കൻഡറി പൂർത്തിയാക്കിയവർക്കും നിരവധി ജോലി സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു മേഖലയാണ് നിയമം. ഒരു ജൂനിയർ അഭിഭാഷകൻ മുതൽ സുപ്രീം കോടതി ജഡ്ജി വരെ നീളുന്നതാണ് നിയമപഠനത്തിൻ്റെ ഇന്നത്തെ സാധ്യതകൾ. ഒരു അഭിഭാഷകൻ എന്ന ലക്ഷ്യത്തിൽ നിന്നു മാറി നിരവധി മേഖലകളിൽ ജോലി സാധ്യതയുള്ള ഒരു പഠന മേഖലയായി ഇന്ന് നിയമം മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ 26 നിയമ സർവകലാശാലകളിലെ നിയമബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയായ ക്ലാറ്റ് 2026 അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. വിവിധ നിയമ സർവകലാശാലകളിൽ നടക്കുന്ന BA LLB ഓണേഴ്സ്, BSc LLB ഓണേഴ്സ്, BBA LLB ഓണേഴ്സ്, BSW LLB ഓണേഴ്സ്, BCom LLB ഓണേഴ്സ് തുടങ്ങിയ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം നേടാവുന്നതാണ്. ദേശീയ നിയമ സർവകലാശാലകളുടെ കൺസോർഷ്യമാണ് ഈ പരീക്ഷ നടത്തുന്നത്. ക്ലാറ്റ് 2026 ഒക്ടോബർ 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഡിസംബർ 7 2 മണി മുതൽ 4 മണി വരെയാണ് എക്സാം നടക്കുന്നത്. കൺസോർഷ്യം ഓഫ് NLUS.ac.in എന്ന ഈ വെബ്സൈറ്റ് വഴിയാണ് ക്ലാറ്റ് 2026 അപേക്ഷ സമർപ്പിക്കേണ്ടത്. +2 കഴിഞ്ഞവർക്ക് 5 വർഷ ഇൻ്റഗ്രേറ്റഡ് LLB പ്രോഗ്രാമിനും LLB കഴിഞ്ഞവർക്ക് 1 വർഷ LLM പ്രോഗ്രാമിനും അപേക്ഷിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. ഈ ക്ലാറ്റ് എക്സാമിന് ഉയർന്ന പ്രായപരിധിയില്ല. അതുപോലെ തന്നെ 45% മാർക്കോടുകൂടി +2 പാസ്സായവർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതേസമയം SC ST PWD കാറ്റഗറിയിൽ വരുന്നവർക്ക് 40% മാർക്ക് മതി. അതുപോലെ ഈ 2025 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ എക്സാം എഴുതാവുന്നതാണ്. അതായത് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ +2 പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് കൂടി ഈ ക്ലാറ്റ് 2026 എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 5 ഏരിയകളാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ്, സെക്കൻഡ് വൺ കറണ്ട് അഫെയേഴ്സ് ഇൻക്ലൂഡിംഗ് ജനറൽ നോളജ്, തേർഡ് വൺ ലീഗൽ റീസണിംഗ്, ഫോർത്ത് വൺ ലോജിക്കൽ റീസണിംഗ്, ഫിഫ്ത്ത് വൺ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ ഓരോ ഏരിയയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടൻറ് ഏരിയ വിശദമായി നമ്മുടെ ഈ സിലബസിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ ഈ സിലബസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്ലാറ്റ് 2026 നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഈ സൈറ്റിലൂടെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ അപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം അവിടെ അവൈലബിൾ ആയിരിക്കും. ആ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ മോഡൽ ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു UG പ്രോഗ്രാമിൻ്റെ ഈ ക്ലാറ്റ് എക്സാമിന് നമ്മൾ തയ്യാറെടുക്കാൻ. അടുത്തതായി നമുക്ക് ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ എക്സാമിൻ്റെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 120 ആണ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്. ഓഫ്ലൈൻ ആയിട്ടാണ് എക്സാം നടക്കുക. 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടായിരിക്കുക. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതമാണ് നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കുണ്ട്. ഓരോ റോങ് ആൻസറിനും 0.25 മാർക്കായിരിക്കും ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ആ സബ്ജക്റ്റ് ഏരിയകളുടെ വെയിറ്റേജും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ടൻറ്റിനെ നമ്മൾ പ്രധാനമായിട്ടും 5 ഏരിയകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 22 മുതൽ 26 ക്വസ്റ്റ്യൻസ് വരെയും, അതുപോലെ കറണ്ട് അഫെയേഴ്സ് ഇൻക്ലൂഡിംഗ് ജനറൽ നോളജ് 28 മുതൽ 32 ക്വസ്റ്റ്യൻ വരെ, ലീഗൽ റീസണിങ്ങിൽ നിന്ന് 28 മുതൽ 32 ക്വസ്റ്റ്യൻ വരെ, ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് 22 മുതൽ 26 ക്വസ്റ്റ്യൻ വരെ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നിന്ന് 10 മുതൽ 14 ക്വസ്റ്റ്യൻ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഈ എക്സാമിൻ്റെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എക്സാം നടക്കുന്നത് ഓഫ്ലൈൻ മോഡിലാണ്. അതേസമയം നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ്. ഒക്ടോബർ 31 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. എക്സാം നടക്കുന്നത് 2025 ഡിസംബർ 7 തീയതിയാണ്.
2 മണി മുതൽ 4 മണി വരെയാണ് എക്സാം. ഇന്ത്യയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾക്ക് പുറമെ മറ്റു പല സ്ഥാപനങ്ങളും അവരുടെ വിവിധ പ്രോഗ്രാമുകളിലെ അഡ്മിഷന് വേണ്ടി ഈ ക്ലാറ്റ് സ്കോർ പരിഗണിക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്ലിക്കേഷൻ ഫീസാണ്. അപ്ലിക്കേഷൻ ഫീസ് നമ്മൾ ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ജനറൽ കാറ്റഗറിയിലും അതുപോലെ OBC കാറ്റഗറിയിലും വരുന്ന കാൻഡിഡേറ്റ്സിന് 4000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. അതേസമയം SC, ST, BPL, PWD കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സ് 3500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ 500 രൂപ അഡീഷണലായിട്ട് അടയ്ക്കേണ്ടതാണ്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സാമിന് മുമ്പായിട്ട് നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ ലോഗിൻ ചെയ്ത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്ന് മുതലാണ് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുക എന്നുള്ള കാര്യം വെബ്സൈറ്റിലൂടെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അടുത്തതായി നമുക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബംഗളൂരു, നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഹൈദരാബാദ്, നാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി ഭോപ്പാൽ, വെസ്റ്റ് ബംഗാൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുഡീഷ്യൽ സ്റ്റഡീസ് കൊൽക്കത്ത, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ജോധ്പൂർ, ഹിദായത്തുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റി റായ്പൂർ, ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഗാന്ധിനഗർ, ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി സിൽവാസ, ഡോക്ടർ രാം മനോഹർ ലോഹിയ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ലക്നൗ, രാജീവ് ഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലോ പഞ്ചാബ്, ചാണക്യ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി പാറ്റ്ന, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് കൊച്ചി, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഒഡീഷ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റഡി ആൻഡ് റിസർച്ച് ഇൻ ലോ റാഞ്ചി, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ആൻഡ് ജുഡീഷ്യൽ അക്കാദമി ആസാം, ദാമോദരം സഞ്ജീവായ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി വിശാഖപട്ടണം, തമിഴ്നാടു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി തിരുച്ചിറപ്പള്ളി, മഹാരാഷ്ട്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റി മുംബൈ, മഹാരാഷ്ട്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റി നാഗ്പൂർ, മഹാരാഷ്ട്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഔറംഗാബാദ്, ഹിമാചൽ പ്രദേശ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഷിംല, ധർമ്മശാസ്ത്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ജബൽപൂർ, ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഹരിയാന, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ത്രിപുര, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി പ്രയാഗ്രാജ്, ഇന്ത്യ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഗോവ. ഇത്രയും നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന UG PG പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനാണ് ഈ ക്ലാറ്റ് സ്കോർ പരിഗണിക്കുന്നത്. ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളെ കൂടാതെ ഇന്ത്യയിലെ മറ്റു പല സ്ഥാപനങ്ങളും അവരുടെ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി ക്ലാറ്റ് സ്കോർ പരിഗണിക്കാറുണ്ട്. ഈ ഓരോ നാഷണൽ യൂണിവേഴ്സിറ്റികളുടെയും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ഓരോ യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സുകൾ, ആ കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ, അഡ്മിഷൻ പ്രൊസീജിയർ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായി നമുക്ക് 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമായ LLMൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ നോക്കാം. നേരത്തെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പറഞ്ഞ പോലെ തന്നെ PG പ്രോഗ്രാമിനും ഒരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. 50% മാർക്കോടുകൂടി LLB പാസ്സായവർക്ക് PG പ്രോഗ്രാമിന് അപേക്ഷിക്കാവുന്നതാണ്. അതേസമയം SC, ST, PWD കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 45% മാർക്ക് മതി. അതുപോലെ തന്നെ 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഫൈനൽ ക്വാളിഫയിങ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന PG പ്രോഗ്രാമിന് അപേക്ഷിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ് എല്ലാം ഏകദേശം നമ്മുടെ UG പ്രോഗ്രാം പോലെ തന്നെയാണ്. മാക്സിമം മാർക്ക് 120 ആണ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂറാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 120 ആണ്. ഈ 120 ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൻ്റെ സിലബസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ നൽകിയിട്ടുണ്ട്. ഓരോ കറക്റ്റ് റെസ്പോൺസിനും 1 മാർക്കാണ് നമുക്ക് ലഭിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഒരു റോങ് ആൻസറിന് 0.25 മാർക്കായിരിക്കും ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണെങ്കിലും ജനറൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഏകദേശം സെയിം ആണ്. ഇപ്പോൾ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പറഞ്ഞ അതേ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലും വരുന്നത്. ഫീസ് സ്ട്രക്ചറും സെയിം ആണ്. ജനറൽ ആണെങ്കിൽ 4000 രൂപയും SC, ST, BPL, PWD കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ 3500 രൂപയാണ് ഫീസ് വരുന്നത്. ക്ലാറ്റ് 2026 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു എൻട്രൻസ് എക്സാമിൻ്റെ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.